വെൽക്കം ടു സാറമാറക്കോട്ടൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒന്ന് ഇരുന്ന് ഷൂട്ട് ചെയ്തിട്ട് കേട്ടോ. കുറേ നാളെന്ന് പറഞ്ഞാൽ ജോലിക്ക് കയറിയിട്ട് ഒരു പ്രാവശ്യം കണ്ടാൽ ഞാൻ ഷൂട്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. അതെ, അപ്പം ഇതിപ്പോൾ എനിക്ക് സാറ്റർഡേ ഒരു ഹാഫ് ഡേ ലീവ് കിട്ടിയതുകൊണ്ട്, ലീവല്ല, നമുക്ക് എക്സ്ട്രാ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പം നേരത്തെ പോന്നു. അപ്പം അങ്ങനെ ഞാൻ പോയ വേഷത്തിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ നാളെ ആയിരിക്കും, അതായത് ഇപ്പം ഞാൻ ഇന്ന് സാറ്റർഡേ ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും സൺഡേ ആണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെയാണ് കേട്ടോ. സ്പെഷ്യലി കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് എന്നെ പോലെ കിച്ചൺ ആദ്യമായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പിന്നെ ഒരുപാട് നാളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവർക്കും ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓൾഡ് ക്ലോത്ത് എടുത്തിട്ട് ഒരു ക്രൗൺ പോലെ കെട്ടി അതിൻ്റെ ആ പ്രഷർ പോണേന് ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. നമ്മളിങ്ങനെ തെറിച്ച് പോവുമോ അല്ലെങ്കിൽ കുക്കറിൽ കൂടെ ഒലിച്ചിറങ്ങുമൊന്നും ചെയ്യില്ല. പ്രശ്നമാണ് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഒരു പച്ച ചുവയും. അപ്പോൾ അതിൻ്റെ സ്മെല്ല് മാറാനായിട്ട് തൊലി കളഞ്ഞ് കഴിയുമ്പം 2 പ്രാവശ്യം നല്ല രീതിയിൽ ഉപ്പ് ചേർത്ത് കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. കുക്ക് ചെയ്യുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കൊടമ്പുളിയും ചേർത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച ചുവയും മാറിക്കിട്ടും കേട്ടോ. കുറച്ച് കാര്യങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ റവ, ഗോതമ്പ് പൊടി, അങ്ങനത്തെ പൊടികൾ, നമ്മുടെ കോൺഫ്ലവർ, അങ്ങനത്തെ പൊടികളൊക്കെ നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഉച്ചു കുത്താതിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മളിപ്പം ബിരിയാണി അരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യുമ്പം ഉച്ചു കുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ഫ്രീസറിൻ്റെ അടിയിലൊരു സ്പേസ് ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ആക്ച്വലി അവിടെ പാല് അങ്ങനത്തെ ഫിഷൊക്കെ ആണെന്ന് തോന്നുന്നു അവിടെ വെക്കേണ്ടത്, പക്ഷേ ആളുകൾ അതങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് അത് യൂസ്ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം. ഇതുപോലുള്ള നമ്മുടെ പൊടികൾ, എസ്പെഷ്യലി ഈ പറഞ്ഞ മൈദമാവ്, കോൺഫ്ലവർ, അങ്ങനത്തെ പൊടികളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഉച്ചു കുത്താതിരിക്കാൻ ഹെൽപ്ഫുൾ ആവും കേട്ടോ. അതുപോലെ നമ്മുടെ ധാന്യങ്ങളുണ്ടല്ലോ, പരിപ്പ്, പയർ, കടല, അങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാമ്പാർ പരിപ്പൊക്കെ ഉണ്ടല്ലോ, തുവരപ്പരിപ്പ്, അങ്ങനത്തെ പരിപ്പുകളൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും ഉച്ചു കുത്താതെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങളാണ്, പൊടികൾ അതുപോലെ തന്നെ ധാന്യങ്ങൾ. ഇതൊക്കെ എനിക്ക് എൻ്റെ അമ്മായിമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയ ടിപ്സാണ് കേട്ടോ. അതായത് മാട്ടിൻ്റെ അമ്മ, അവിടെ വന്നിട്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ കാണുന്നത്. എല്ലാം ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ ഉച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതുപോലെ പിഗ്, ഗോട്ട് ഇത് രണ്ടും കുക്ക് ചെയ്യുമ്പോൾ
ഒരു സ്മെല്ലുണ്ടാവും അല്ലേ. അപ്പോൾ പിഗ് കുക്ക് ചെയ്യുമ്പം ഉള്ള സ്മെല്ല് കളയാനായിട്ട് പച്ച പപ്പായ ഉണ്ടല്ലോ, കപ്പങ്ങ, പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പങ്ങ എന്നാണ് പറയുക, പപ്പായ. അപ്പോൾ പച്ച പപ്പായ മുറിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി പീസ് എടുത്തിട്ട് നമ്മൾ ഈ കുക്കറിൽ പിഗ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് വിസിലടുപ്പിക്കുകയാണെങ്കിൽ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ അതിന് ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു കുത്തുന്ന സ്മെല്ല് അതുണ്ടാവില്ല. പിന്നെ ഇപ്പം ഞങ്ങളുടെ എറണാകുളം സൈഡിലൊക്കെ കിട്ടുന്ന പിഗിന് അത് വെച്ചാലും ചെറുതായിട്ടൊക്കെ കുത്തലുണ്ടാവും കേട്ടോ. അത് ആ നാട്ടിൽ കിട്ടുന്ന പിഗിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഇരിങ്ങാലക്കുട സൈഡിലൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ തന്നെ ആ ഒരു സ്മെല്ല് പോകുന്നതാണ്. ഇത് ഒത്തിരി പേർക്ക് അറിയുന്നൊരു കാര്യമാണ്, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അതുപോലെ നമ്മൾ ഗോട്ട് കുക്ക് ചെയ്യുമ്പോൾ അതേപോലെ ഒരു സ്മെല്ലുണ്ടാവും. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഗോട്ടാണെന്ന് പറഞ്ഞാൽ വയൽ വെക്കുകയില്ല. മാട്ടിൻ്റെ അമ്മ ഉണ്ടാക്കിയ ഗോട്ട് ഞാൻ കഴിച്ചു. കാരണം അത് ഗോട്ടാണെന്ന് നമുക്ക് തോന്നില്ല. അമ്മ പറഞ്ഞു നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് ഇഷ്ടമല്ലെങ്കിൽ കഴിക്കേണ്ടെന്ന് പറഞ്ഞു. ടേസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും നമ്മൾ ബീഫൊക്കെ കഴിക്കുന്ന പോലെ, ഞാൻ ബീഫ് എനിക്കിഷ്ടമാണ്, ബീഫ് കഴിക്കുന്ന അതേ രീതിയിൽ എനിക്ക് കഴിക്കാൻ പറ്റി. കാരണം അമ്മ അതിൽ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, ജീരകം ഇടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗോട്ടിൻ്റെ സ്മെല്ല് നമുക്ക് അങ്ങനെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് രണ്ടുമാണ് എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ പറയാനുള്ളത്. പിന്നെ ഒരെണ്ണം നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, പ്രോൺസ് കുക്ക് ചെയ്യുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറി കിട്ടുന്നതാണ്. അപ്പം അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇത് രണ്ടും ഞാൻ ഇവിടെ അങ്ങനെ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. അതുപോലെ പിന്നെ വന്നിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത്, നീ അറിഞ്ഞ ഞാൻ പെട്ടു. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാനായിട്ടൊരു ചെറിയ ടിപ്പുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, കുക്കർ ചിക്കനാണ്. ചിലർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ബൈ ഫ്രം സാറാമാര കോട്ട.